മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലാദ്യമായി 2 വനിതകൾ ദേശീയ ഭാരവാഹിത്വത്തിലെത്തി. വനിതാ ലീഗ് ദേശീയ പ്രസിഡന്റായിരുന്ന ചെന്നൈയിൽ നിന്നുള്ള ഫാത്തിമ മുസഫറും വനിതാ ലീഗ് ദേശീയ സെക്രട്ടറിയായിരുന്ന വയനാട് നിന്നുള്ള ജയന്തി രാജനുമാണ് വനിതാ ഭാരവാഹികൾ. ഇരുവരെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായാണ് തെരഞ്ഞെടുത്തത്. മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജയന്തി രാജൻ പാർട്ടിയിലെ ദളിത് വനിതാ നേതാവാണ്. നിലവിൽ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ജയന്തി. വയനാട് ഇരളം സ്വദേശിയായ ജയന്തി ദളിത് ലീഗ് വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റാണ്. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന അവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ തൃശൂർ ജില്ലയിലെ സംവരണ മണ്ഡലമായ ചേലക്കര ജയന്തി രാജനെ മത്സരിപ്പിക്കാനായി ലീഗ് ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. നിലവിൽ ഗുരുവായൂർ മണ്ഡലം മാത്രമാണ് തൃശൂർ ജില്ലയിൽ ലീഗിനുള്ളത്. വ്യാഴാഴ്ച ചെന്നൈ പൂന്തമല്ലി ഹൈറോഡിലെ അബു പാലസ് ഹാളിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗമാണ് ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകളെ ദേശീയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ജയന്തി രാജനെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാത്തിമ മുസഫറും തെരഞ്ഞെടുക്കപ്പെട്ടു.